ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിൽ ജയത്തുടക്കത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ഏകദിന പരമ്പരയിലെ നിരാശ മറികടക്കാൻ ഇറങ്ങുന്ന ഇന്ത്യ നിരയിൽ സഞ്ജു സാംസൺ എത്തുന്ന ആവേശത്തിലാണ് ആരാധകരുള്ളത്. രാത്രി 7-ന് നാഗ്പൂരിലാണ് ഒന്നാം 2020 മത്സരം. അടുത്ത മാസം ആരംഭിക്കുന്ന 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന പരമ്പര ലക്ഷ്യമിട്ടാണ് ഇന്ത്യയും ന്യൂസിലാൻഡും ഇന്നിറങ്ങുന്നത്. ലോകകപ്പിനുള്ള ടീമിനെ തന്നെയാണ് ഇന്ത്യ കിവീസിനെതിരെ കളത്തിലിറക്കുന്നതെങ്കിലും ആദ്യ 3 മത്സരങ്ങളിൽ തിലക് വർമ്മയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും പകരം ശ്രേയസ് അയ്യരെയും രവി ബിഷ്ണോയും ടീമിലെത്തും. നീണ്ട കാലത്തിന് ശേഷം ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തുന്ന സഞ്ജു സാംസണിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. ലോകകപ്പിന് മുന്നേ ഓപ്പണർ സ്ഥാനത്ത് കോട്ടം തട്ടാതിരിക്കാൻ മിന്നും പ്രകടനം പുറത്തെടുക്കണം. സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മ ഓപ്പണിംഗിലെത്തും. മൂന്നാമനായി ഇഷാൻ കിഷൻ എത്തും. ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും ഫോമാണ് താരത്തിന് തുണയായത്. നാലാമനായി നായകൻ സൂര്യകുമാർ യാദവ് എത്തും. സൂര്യയുടെ ഫോമിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. സമീപകാലത്ത് മോശം ഫോമിലുള്ള സൂര്യക്ക് ഫോം വീണ്ടെടുക്കേണ്ടത് അനിവാര്യം. മികച്ച ഫോമിലുള്ള ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ എന്നിവരും ടീമിലെത്തും. ഫിനിഷറായി റിങ്കു സിംഗോ ശിവൻ ദുബെയോ എത്തിയേക്കും. ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബോളിംഗ് നിരയിൽ ഹർഷ്ദീപ് സിംഗിനാണ് സാധ്യത. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയെയും ഗംഭീർ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. മറുവശത്തെ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ചരിത്ര പരമ്പര നേടിയ ആത്മവിശ്വാസത്തിലിറങ്ങുന്ന കിവീസ് 2020 പരമ്പരയും നേടി ലോകകപ്പിന് മുമ്പ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിനിടെ മിച്ചൽ സാന്റ്നറിനും സംഘത്തിനും ബ്രേസ്വെല്ലിന്റെ പരിക്ക് തിരിച്ചടിയാണ്. ഡാരിൽ മിച്ചലിന്റെ ഫോമിലാണ് കിവീസിന്റെ പ്രതീക്ഷകൾ. ഒപ്പം ഗ്ലെൻ ഫിലിപ്സും മാർക്ക് ചാപ്മാനും ചേർന്നതോടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയുമായിട്ടായിരിക്കും ന്യൂസിലാൻഡ് ഇറങ്ങുക. നോക്കി ഫെർഗ്യൂസൻ നയിക്കുന്ന ബോളിംഗ് നിരയിൽ ജെയിംസ് നിഷാമും മാറ്റ് ഹെൻറിയും ടീമിൽ ഇടം നേടും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.